ലീഗ് കൺഫ്യൂഷനിലോ എന്നാണ് ന്യൂസ് പ്ലസ് ചോദിക്കുന്നത്. ഷാഫി ചാലിയം ലീഗ് നേതാവ് ചേരുകയാണ് തത്സമയം. ശ്രീ ഷാഫി ചാലിയം, സ്വാഗതം ചർച്ചയിലേക്ക്. ഇന്ന് അബ്ബാസ് അലി തങ്ങളോടുള്ള ചോദ്യം താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ വാർത്താ ദൃശ്യങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മുഴുവൻ മറുപടി പോലും പറയാൻ സമ്മതിക്കാതെ PV അബ്ദുൾ വഹാബ് MP കെട്ടിപ്പിടിച്ചങ്ങ് കൂട്ടിക്കൊണ്ടുപോയത്? ഒരു ചെറിയ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോലെ. അവിടെയാണ് ചില സംശയങ്ങൾ മണക്കുന്നത്. അതൊക്കെയാണോ നിങ്ങൾ വാർത്തയാക്കുന്നത്? അബ്ബാസ് അലി തങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. പാണക്കാട് തങ്ങന്മാരൊക്കെ വളരെ കുറച്ചേ സംസാരിക്കാറുള്ളൂ. അദ്ദേഹം കൃത്യമായി പറയേണ്ടത് പറഞ്ഞു. അതിനുശേഷമല്ലേ വഹാബ് സാഹിബ് തങ്ങളെ ആശ്ലേഷിക്കുന്നത്? അല്ലല്ല, ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സമ്മതിക്കുന്നില്ല. അതിനു മുമ്പ് കൂട്ടിക്കൊണ്ടുപോയി. അല്ല, പാണക്കാട് തങ്ങന്മാരാരും വന്നില്ല എന്ന ഒരു ആക്ഷേപമായിരുന്നു ഉന്നയിക്കപ്പെട്ടത്. അപ്പോൾ ഇന്നലത്തെ ദിവസം നിങ്ങൾക്കറിയാം, സാദിഖ് അലി തങ്ങൾ സൗദി രാജാവിൻ്റെ അതിഥിയായിട്ട് ഹജ്ജിന് പോയ വിവരം എല്ലാവർക്കും അറിയാം. അറിഞ്ഞിട്ടും സാദിഖ് അലി തങ്ങൾ വന്നില്ല എന്ന് വാർത്ത കൊടുത്ത ആളുകളാണ് നിങ്ങൾ. മുനവറിൽ തങ്ങളും എന്താണ് വിദേശത്താണ്, അതും എല്ലാവർക്കും അറിയുന്ന. അബ്ബാസ് അലി തങ്ങൾക്ക് നേരത്തെ നിശ്ചയിച്ച ഒരു പരിപാടി ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, പാണക്കാട് തങ്ങന്മാരൊക്കെ വളരെ നേരത്തെ തന്നെ അവരുടെ ഡയറി എടുത്ത് നോക്കിയാൽ അറിയാം. 2, 3, 4 മാസത്തേക്കുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് അവർ ബുക്ക് ചെയ്തിടുക. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ആ ദിവസം അന്ന് വരാൻ സാധിച്ചില്ല. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം വന്നോടുകൂടി ആ വിഷയം അവിടെ തീരണ്ടേ? പിന്നെ നിങ്ങൾക്ക് മറ്റുള്ള ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാരോട് മണിക്കൂർ കണക്കിന് സംസാരിക്കണ മാതിരി പാണക്കാട് തങ്ങന്മാർ അങ്ങനെയൊന്നും സംസാരിക്കില്ല. ആൾ വളരെ ഷ്രിങ്ക് ചെയ്ത് കംപ്രസ് ചെയ്ത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കുന്നൊരു പതിവാണ് അവർക്കുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതല്ലേ? അല്ല, പക്ഷെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് അങ്ങനെയല്ല ഫീൽ ചെയ്യുന്നത്. അത് താങ്കൾക്ക് പിന്നീട് പരിശോധിക്കാവുന്നതാണ്. നമുക്ക് അതിന്മേൽ പിടിച്ച് ഏറെ നേരം മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. അത് സ്വാഭാവികമായി എല്ലാവർക്കും തോന്നിയ സംശയമാണ്. അദ്ദേഹത്തിനോട് എപ്പോഴാണ് കൺവെൻഷനിൽ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്തോ പറയാൻ വരുന്നു, പക്ഷേ വളരെ വേഗം അദ്ദേഹത്തെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിനെ പിടിച്ച് നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ട ശ്രീ ഷാഫി ചാലിയം. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ പോലെ ഒരു നേതാവിന് പാണക്കാട് തങ്ങൾ കുടുംബവുമായി ഉണ്ടായിരുന്ന ഒരു ബന്ധം ഏത് തരത്തിലായിരുന്നു എന്നുള്ളത് രാഷ്ട്രീയ കേരളത്തിന്റെ ഓർമ്മകളിൽ ഉള്ളതാണ്. ലീഗിനെ അദ്ദേഹം എത്രത്തോളം കടന്നാക്രമിച്ചു എന്നുള്ളതും എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്. ആര്യാടൻ ഷൗക്കത്തും നേരത്തെ ഉയർത്തിയ വിമർശനങ്ങൾ ഓർമ്മകളിലുണ്ട്. അദ്ദേഹം ഇപ്പോൾ മയപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം തങ്ങൾ കുടുംബത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും ഈ ചരിത്രം അവിടെ നിൽപ്പുണ്ട്. അത് സമീപകാല ചരിത്രമാണ് എന്നുള്ളതുകൊണ്ടും ആ കാര്യത്തിൽ ആര്യാടൻ ഷൗക്കത്ത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി മുന്നിലേക്ക് വരുമ്പോൾ ലീഗിൻ്റെ വോട്ട് ബാങ്കുകളിൽ അതെന്തെങ്കിലും തരം വിള്ളലുണ്ടാക്കും എന്ന ആശങ്ക ലീഗ് നേതൃത്വത്തിനുണ്ടോ? ആര്യാടൻ ഷൗക്കത്തിൻ്റെ പാർട്ടിയും ഞങ്ങളെ പാർട്ടിയും 2 പാർട്ടികളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒരു മുന്നണിയായി നിൽക്കുന്നു. പല കാര്യങ്ങളിലും കോൺഗ്രസും ഞങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള പല മേഖലയുണ്ട്. ഇപ്പോൾ സാമ്പത്തിക സംഭരണ കാര്യത്തിൽ കോൺഗ്രസ് അനുകൂലമാണ്. ഞങ്ങൾ പാർലമെൻറ്റിൽ എതിർത്ത് വോട്ട് ചെയ്തവരാണ്. പക്ഷേ ഞങ്ങൾക്കിടയിൽ കൂടുതൽ യോജിപ്പുള്ളത് കോൺഗ്രസിൻ്റെ നയങ്ങളാണ്. അതുകൊണ്ടാണ് കോൺഗ്രസുമായി ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒരു മുന്നണിയായി നിൽക്കുന്നത്. കോൺഗ്രസും ലീഗും തമ്മിലുള്ള സംവാദങ്ങൾ ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം. നെഹ്റു മുസ്ലിം ലീഗിനെ പരിഹസിച്ചിട്ടുണ്ട്. ആ നെഹ്റുവിന് മുസ്ലിം ലീഗ് നേതാവായ CH മുഹമ്മദ് കോയ മറുപടി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആര്യാടൻ മുഹമ്മദ് മുസ്ലിം ലീഗ് നേരെ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ആര്യാടനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമല്ലേ? അതിലെന്ത് അർത്ഥമുള്ളത്? അതിലെന്ത് കുഴപ്പമുള്ളത്? അങ്ങോട്ടും ഇങ്ങോട്ടും 2 പാർട്ടികളാണ്. യോജിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കണം. ഇപ്പം എന്താ ഒരു വിഷയം? ഇപ്പം ഞങ്ങൾ മുന്നണിയിൽ കോൺഗ്രസും ലീഗും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ ഈ ഗവൺമെൻറ്റിന് താഴെ ഇറക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യവുമായി ഒറ്റക്കെട്ടായാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് 268 ബൂത്തുകളാണ് നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് 268 ബൂത്തും കൺവെൻഷൻ ചേർന്ന് കമ്മിറ്റി ഉണ്ടാക്കി. സാധാരണ തെരഞ്ഞെടുപ്പിൽ
കോൺഗ്രസും ലീഗും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് പല ബൂത്തിലും കമ്മിറ്റി ഉണ്ടാക്കാൻ കഴിയാറില്ല. ഞങ്ങളൊക്കെ പോയി ഒരുപാട് താഴേക്കടയിൽ പോയി ചർച്ച നടത്തിയിട്ടുണ്ടായില്ല. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു രസം എന്താണെന്ന് വെച്ചാൽ ഒരു അഭിപ്രായ വ്യത്യാസം പോലും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. എല്ലായിടത്തും ഒരുമിച്ച് 268 കമ്മിറ്റിയും വന്നു. മാത്രമല്ല ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെടുത്തുനിന്ന് കെട്ടിവെക്കാനുള്ള കാശ് തന്നെ കൊടുത്തത് ആരാണ്? ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളാണ്. അവിടെ വന്ന് അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഷൗക്കത്ത് പരിപാടി തുടങ്ങിയത്. അവിടെ തൊട്ട് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാണോ ആര് സ്ഥാനാർത്ഥിയാണോ എന്ന് ലീഗ് നോക്കിയിട്ടില്ല. ലീഗ് ഇവിടെ അൻവർ രാജിവെച്ച അന്ന് തൊട്ട് തന്നെ ലീഗ് നിലമ്പൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും വളരെ കൃത്യമായ രീതിയിലുള്ള ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. പരമാവധി ഞങ്ങൾ വോട്ട് ചേർത്തിയിട്ടുണ്ട്. പരമാവധി പ്രവാസികളെ വോട്ടവകാശത്തിന് ഇവിടെ എത്തിക്കാനുള്ള ശ്രമം KMCCയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കിട്ടേണ്ട താമസം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ. വളരെ കൃത്യതയും വളരെ ചടുലതയോടെയാണ് ഞങ്ങളെ പ്രവർത്തനം നടക്കുന്നത്. നിങ്ങൾ ഈ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഈ പോയ ബസ്സിന് കയ്യാട്ടല്ലേ, അതൊക്കെ കഴിഞ്ഞില്ലേ? വടക്കൻ കേരളത്തിൽ പൊതുവെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അതല്ലെങ്കിൽ പലപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കല്ല UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് കാണുമ്പോൾ ലീഗ് അരയും തലയും മുറക്കി രംഗത്തിറങ്ങുന്നതാണ് കണ്ടിട്ടുള്ളത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ആ വിധത്തിൽ ജയിപ്പിച്ചെടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു ആവേശം എന്തുകൊണ്ടോ നിലമ്പൂരിൽ കാണുന്നില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് നിലമ്പൂരിലെ നിങ്ങളെ ലേഖകൻ ശരിയല്ല, അയാളൊരു ഡൗട്ട് നമ്പ്യാരാ, അതുകൊണ്ട് അങ്ങക്ക് ആ കുഴപ്പം. ഞങ്ങൾക്കാർക്കും കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഇത്ര ഉഷാറായിട്ടാണ് അവിടെ പ്രവർത്തനം നടക്കുന്നത് ഞങ്ങൾക്ക് അറിയണ കാര്യമില്ലേ. മാത്രമല്ല ഞങ്ങൾ സെപ്പറേറ്റായി ഓരോ പഞ്ചായത്തിലേക്ക് ഒരു സംസ്ഥാന ഭാരവാഹി, ഒരു സ്റ്റേറ്റ് ഭാരവാഹിക്ക് ഒരു പഞ്ചായത്ത്, ഞാനൊരു സ്റ്റേറ്റ് ഭാരവാഹിയാണ്, എനിക്കൊരു പഞ്ചായത്തിൻ്റെ ചുമതലയുണ്ട്. ഒരു MLA ഒരു പഞ്ചായത്തിലേക്ക്, ഒരു ജില്ലാ ഭാരവാഹി, ഒരു പോഷക സംഘടനാ ഭാരവാഹി, അങ്ങനെ പ്രത്യേക വേറെ ടീം, ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കമ്മിറ്റി. മുസ്ലിം ലീഗ് നിലമ്പൂരിൽ ഇവിടെ ലീഗ് വോട്ടുകൾ മുഴുവനും കൈപ്പത്തി ചിഹ്നത്തിൽ പോൾ ചെയ്യിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം ഓരോ പഞ്ചായത്തിലും. അത്തരത്തിലുള്ള കർമ്മസമിതികൾ സാധാരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉണ്ടാക്കാറില്ല. ഈ തെരഞ്ഞെടുപ്പ് അതുപോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മികവാർന്ന വിജയം മുസ്ലിം ലീഗിന് വളരെ എസെൻഷ്യലാണ്. മുസ്ലിം ലീഗിന് അത് വേണം. എന്നാൽ മാത്രമേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ഊർജത്തിലായിരിക്കണം അധികാരത്തിലേറേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ നല്ല അവിടെ പണിയെടുത്തിട്ടുണ്ട്. അത് കോൺഗ്രസിന് ബോധ്യമാണ്. ബോധ്യമാകത്തത് നിങ്ങളായി തലതിരിഞ്ഞ കുറേ ലേഖകന്മാർക്കാണ്. പക്ഷേ PV അൻവർ വിഷയത്തിൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം തന്നെയല്ലേ അവിടെ ലീഗ് നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നത്? തുടക്കം മുതൽ അവർ അതിന് പരിശ്രമിച്ചു. പക്ഷേ VD സതീശനടക്കമുള്ളവരുടെ കടും നിലപാട് കാരണം അത് നടക്കാതെ പോവുകയായിരുന്നു. ലീഗ് നേതൃയോഗത്തിനകത്ത് തന്നെ അതിൽ വിമർശനമുയർന്നു എന്ന വാർത്തകൾ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് MK മുനീർ പോലും ആ ചോദ്യങ്ങളെ തള്ളിക്കളയുന്നില്ല. അല്ല, ഞങ്ങളെ യോഗത്തിൽ ഞങ്ങൾ പല ചർച്ചയും നടത്തുമല്ലോ, പല ചർച്ച നടത്തും. സാധാരണ നിങ്ങൾ പറയുന്നത് എന്താ, ലീഗിൻ്റെ യോഗം എന്ത് ചർച്ചയാണ്? കോഴി ബിരിയാണി കഴിച്ച് പിരിയാന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ പറയുന്നത് ചർച്ച നടന്നു. അപ്പം നിങ്ങൾക്ക് തന്നെ ലീഗ് യോഗങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കാറുണ്ടെന്നുള്ള ബോധ്യമായല്ലോ. അത് സംബന്ധിച്ച് തന്നെ വലിയ കാര്യം. പിന്നെ ഇല്ലില്ല, കോഴി ബിരിയാണി മാത്രമേ അവിടെ കഴിക്കാറുള്ളൂ, ചർച്ച നടക്കാറില്ല എന്ന് വ്യക്തിപരമായി എനിക്കോ ഈ മാധ്യമ സ്ഥാപനത്തിനോ അഭിപ്രായമില്ല. വളരെ നല്ലത്, സന്തോഷം. അതായത് അൻവർ എന്നല്ല, ഏതൊരു ഘടകവും എല്ലാവരും കൂട്ടിപ്പിടിച്ച് പോകണം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം. പക്ഷേ അൻവർ UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ എതിർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അൻവറിൻ്റെ വഴി സ്വയം തിരഞ്ഞെടുത്തതാണ്. UDFിൽ ഒന്നും ചെയ്യാനില്ല. UDFിൽ ആരെയും ഒറ്റ തിരിച്ച് ഇതിൽ ആക്രമിക്കണ്ട. UDF ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്, ഒരു സംശയമില്ല. VD സതീശൻ അങ്ങനെ ഏകപക്ഷീയമായി തീരുമാനം എടുത്തു എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. എല്ലാവരുമായും കൂടിയാലോചന നടത്തി തന്നെയാണ് നീങ്ങിയത്. അൻവർ വിഷയം അൻവറിന് താല്പര്യമില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ ഞാൻ ഈ സ്ഥാനാർത്ഥിക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നാൽ അയാൾക്ക് എന്ത് ചെയ്യാനേ? ഞങ്ങളെ നേരത്തെ UDFിൽ കയറിയ കക്ഷിയാണെങ്കിൽ ഒരു യാത്രയപ്പ് കൊടുക്കാം. ഇത് കയറാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യം വന്നില്ല എന്ന് മാത്രം. അൻവറിന്റെ നിലപാട് ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വെളിയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് അല്ലേ? അതെ, ഒരു സിംഗിൾ പ്രശ്നമാണല്ലോ. UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനാണല്ലോ നമുക്ക് അൻവർ അടക്കമുള്ളവരുടെ സഹായം വേണ്ടത്. ആ സ്ഥാനാർത്ഥിയെ തന്നെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും?
ഒരു നിവൃത്തിയുമില്ല. അൻവറിൻ്റെ വഴി തിരഞ്ഞെടുത്ത് പോയി. അൻവറൊക്കെ നമ്മളെ കൂടെ നിൽക്കും എന്ന് തുടക്കത്തിൽ വിശ്വസിച്ചിരുന്നു. അതുണ്ടായില്ല, നിർഭാഗ്യകരമായിപ്പോയി. ഈ അൻവർ ആരുടെ വോട്ടുകൾ പിടിക്കും എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ ഒരു വിലയിരുത്തൽ. അദ്ദേഹം പിണറായി സത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിറങ്ങിയെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ അക്കാര്യം സംസാരിക്കാൻ നേരമില്ല. അദ്ദേഹം VD സതീഷിനെതിരെയാണ് കൂടുതൽ സമയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ അല്ല, PV അൻവർ വോട്ട് പിടിക്കാൻ മിടുക്കനായൊരു വ്യക്തിയാണ്. നമുക്കറിയല്ലോ, ഏറനാട് മണ്ഡലത്തിൽ അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നിട്ട് ഇടതു മുന്നണിയെ 3ാം സ്ഥാനത്ത് കയറിയാൽ ആകെ 2000-3000 വോട്ടാണ് കിട്ടിയത്. മനസ്സിലാക്കുന്നത്. 2ാം സ്ഥാനത്ത് ഇടതു മുന്നണിയെ പിറകിലാക്കി വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് CPIക്ക് കൊടുത്ത സീറ്റാണ്. ആ ഏറനാട് മണ്ഡലത്തിലെ മുഴുവൻ ബ്രാഞ്ച് സെക്രട്ടറിമാരെയും പർച്ചേസ് ചെയ്യാൻ അൻവറിന് സാധിച്ചു. അല്ലെങ്കിൽ അൻവറിൻ്റെ പർച്ചേസിന് ഈ വലിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്ന CPMൻ്റെ പ്രാദേശിക ലീഡർഷിപ്പ് മുഴുവനും അൻവറിൻ്റെ ചിക്കിളിയും കണ്ടുപോയി. അതാണ് അന്ന് സംഭവിച്ചത്. അപ്പം വോട്ട് വാങ്ങൽ എങ്ങനെയെന്ന് അതിൻ്റെ എഞ്ചിനീയറിംഗ് നല്ല അൻവറിന് അറിയാം. 60,000 താഴെ വോട്ടാണ് ഇടതു മുന്നണിക്ക് പരമ്പരാഗതമായി നിലമ്പൂരുള്ളത്. പക്ഷേ 80,000-ലധികം വോട്ട് അദ്ദേഹം പിടിച്ചു. അതുകൊണ്ടാണ് 78,000 വോട്ട് പിടിച്ച VV പ്രകാശിൻ്റെ മേലെ ഒരു വിജയം അദ്ദേഹത്തിനുണ്ടായത്, വെറും 2,700 വോട്ടിന്. അപ്പോൾ 60,000-നും 80,000-നും ഇടയിലുള്ള 20,000-ഓളം വോട്ടുകൾ അൻവർ കൊണ്ടുവന്നു. അൻവർ പിടിച്ച 20,000 ഇടതു മുന്നണിയുടെ 60,000 ചേർത്തുള്ളൊരു വിജയമാണ് അവിടെ ഉണ്ടായത്. ഇത്തവണ എന്താ സംഭവിക്കുക? ഇടതു മുന്നണിയാണ് 60,000, ഇടതു മുന്നണിക്കൊരു സ്ഥാനാർത്ഥിയുണ്ട്. അഡീഷണലായിട്ടുള്ളൊരു 20,000 ഉണ്ട്. അപ്പം നേരത്തെ തന്നെ പിന്തുണച്ച 20,000 വോട്ട് അവിടെ നിലനിർത്താൻ അൻവറിന് സാധിക്കുമോ? അത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാലേ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? M സ്വരാജിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ എങ്ങനെയാണ് ലീഗ് അവിടെ കാണുന്നത്? സ്വരാജ് പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള രാഷ്ട്രീയ നിലപാട് എടുത്തിട്ടുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ജനങ്ങൾക്കിടയിൽ, വോട്ടർമാർക്കിടയിൽ അദ്ദേഹത്തെക്കുറിച്ചൊരു മതിപ്പുണ്ട് എന്ന കാര്യം താങ്കൾക്കും തള്ളിക്കളയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം താങ്കൾ തന്നെ ഒരു TV ചർച്ചയിൽ M സ്വരാജിനെ കുറിച്ച് പറയുന്ന ഭാഗം വല്ലാതെ വൈറലാണിപ്പോൾ. ഇല്ല, ഞങ്ങളൊക്കെ രാഷ്ട്രീയക്കാരാണ്. അതോടൊപ്പം തന്നെ സത്യസന്ധമായി എന്തിനേയും വിലയിരുത്തണമെന്ന് നിർബന്ധമുള്ള വ്യക്തിയാണ് ഞാനൊക്കെ. അപ്പം അതുകൊണ്ട് അപ്പുറത്തെ ഒരു പാർട്ടിയിൽ പെട്ടുപോയി എന്ന നിലക്ക് ചില നിലപാട് സ്വീകരിക്കുന്നവരെ മോശക്കാരാക്കുകയും പരിഹസിക്കുക, നിന്ദിക്കുക ഞങ്ങളതൊന്നും ചെയ്യാറില്ല. അപ്പുറത്തെ പാർട്ടി, എതിർ പാർട്ടിയിലുള്ളവരും നന്മ ചെയ്താൽ ആ നന്മയെ പിന്തുണയ്ക്കുക എന്നത് നിലവാരമുള്ള മനുഷ്യർക്ക് ചേർന്നതാണ്. അത്തരത്തിൽ സ്വരാജിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ എടുക്കുന്നത് പോലെയുള്ള സമാന നിലപാടുകൾ സ്വരാജ് എടുക്കുമ്പോൾ ആ നമ്മുടെ നിലപാടുകളോട് സമാനതകളുള്ള നിലപാട് ഏത് കക്ഷിയിൽപ്പെട്ടവനെടുത്താലും അവരോടൊരു ബഹുമാനവും ഒരു ആദരവും ഉണ്ടാവും. അതാണ് എൻ്റെ ചർച്ചയിൽ ഞാൻ പറഞ്ഞത്. എന്നാൽ അതോടൊപ്പം സ്വരാജ് വിഭാവനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. സ്വരാജ് സറണ്ടർ ചെയ്ത ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ ജനവിരുദ്ധ നയങ്ങൾ പലതും വന്നു. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വന്നു, പലർക്കും നേരെ വന്നു, പട്ടിണിക്കാർക്ക് നേരെ വന്നു, ആശാവർക്കന്മാർക്ക് നേരെ വന്നു. അവിടെ ഒന്നും ശബ്ദമുയർത്താനോ പലസ്തീനെ പോലെ, മലബാർ സമരത്തെ പോലെ അവിടെയൊക്കെ ധൈര്യത്തോടു കൂടി നിലപാട് പറയാനോ സ്വരാജ് തയ്യാറായില്ല. ആ ഭാഗം നമ്മൾ പറയുന്നത് CPMമാർ മുറിച്ചു മാറ്റുകയാണ്. അത് അവരുടെ ദാരിദ്ര്യമാണ്, അവരുടെ നിലവാരമില്ലായ്മയാണ്. ഇപ്പം നിങ്ങളുമായി, ലക്ഷ്മിയുമായുള്ള ഒരു ചർച്ചയിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ സ്വരാജിനെ കുറിച്ച് അദ്ദേഹം ഇന്ന വിഷയത്തിലെടുത്ത നിലപാട് എൻ്റെ ഈ നിലപാടാണ്. എൻ്റെ നിലപാട് അദ്ദേഹം സ്വീകരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ എതിർക്കാണോ വേണ്ടത്? ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. ആ സ്വാഗതം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുറവുകൾ ഞാൻ പറയാം, അവിടെ കട്ട് ചെയ്താളാ. അതാണ് നടക്കുന്ന വൈറൽ സാധനം. അതൊക്കെ അവരുടെ ദാരിദ്ര്യമാണ്. രണ്ടും കൊടുക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണം. അതല്ലേ വേണ്ടത്? ഇവിടെ എന്താണ് സ്വരാജിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞത്? സ്വരാജ് നിലപാടുകൾ സ്വീകരിക്കുന്നവനാണ്, നല്ല ഭാഷയുള്ളവരാണ്. ഏതൊരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടിരിക്കും, സ്വാഭാവികമാണ്. എന്നാൽ അതേ സമയത്ത് അദ്ദേഹം ഒരു ദാർശനിക സാഹിത്യ ലോകത്താണ്. അദ്ദേഹം പുസ്തക വായന, എഴുത്ത്, അദ്ദേഹത്തിൻ്റെ ലോകം അതാണ്. ഞാൻ P. ഗോവിന്ദപിള്ളയ്ക്ക് ശേഷം
ധാരാളം വായിക്കുന്ന, നിലപാട് എഴുതുന്ന, പറയുന്ന ഒരു വ്യക്തിയാണ് സ്വരാജ് എന്ന് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം ഒരു ജനപ്രതിനിധിയാകാൻ ആ യോഗ്യത മുഴുവൻ പോരാ. ഞാൻ അതിലൊരു ഉദാഹരണമായി പറയുന്നുണ്ട്. ഈ സാഹിത്യകാരന്മാർ, ദാർശനികന്മാർ അവർ ദുരന്ത സ്ഥലത്ത് പോകാറില്ല. ഏതെങ്കിലും ഭൂകമ്പം നടന്ന സ്ഥലം വൈക്കം മുഹമ്മദ് ബഷീർ സന്ദർശിക്കണോ? എവിടെയെങ്കിലും വെള്ളപ്പൊക്കം കരുതി സുകുമാര അഴീക്കോട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പോയി സന്ദർശിക്കാറുണ്ടോ? അപ്പം എന്തുകൊണ്ട് നിലമ്പൂരിലെ പല കെടുതികളുണ്ടായിട്ടും തൻ്റെ നാടായിട്ട് പോലും തൻ്റെ ഒരു സജീവ സാന്നിധ്യം സ്വരാജിന് നിലമ്പൂർ ഇല്ലാത്തതിന് കാരണം എന്താ? കാരണം അതാണ്, ദാർശനികന്മാർ, ചിന്തകന്മാർ ദുരന്ത ഭൂമിയിലൊന്നും പോകാറില്ല. അവർ നിലപാടുകൾ പറയുകയും എഴുതുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ വിജയിക്കാൻ സാധിക്കില്ല. ഈ ആദർശം മാത്രം പോരാ, നിലമ്പൂരിനെ പഠിക്കണം. ഇത്രയധികം പൗരാണികപരമായ ഒരുപാട്, നമ്മളെക്കാളും ഒരു 25 കൊല്ലം പിറകിലാണ് നിലമ്പൂരിൽ നിൽക്കുന്നത്. അവിടുത്തെ കൂലി നിങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ വേലപ്പണിക്ക് പോകുന്ന സ്ത്രീകൾ കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് നിലമ്പൂരിൽ നിന്നാണ്. ഈ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കിയിട്ടും എസ്റ്റേറ്റിലെ നാമമാത്രമായ കൂലിയെടുത്ത് ഒരുപാട് എന്താ പറയുക ഓത്തർവർക്കാരും ആദിവാസികളും എല്ലാം അടങ്ങുന്ന ഒരു സമൂഹമാണ് അവിടെ. ആ സമൂഹത്തിന് വേണ്ടിയത് എന്താണ്? ഫുൾ ടൈം അവിടെ അവർക്ക് അവൈലബിൾ ആയ ഒരാളാണ്, അതാ വേണ്ടത്. അപ്പം ആ നിലക്ക് നിലമ്പൂരിന് പറ്റിയ ഒരാളല്ല സ്വരാജ്. എന്നാൽ സ്വരാജിന് പി ഗോവിന്ദപ്പിള്ളൊക്കെ ചെയ്തതുപോലെ PG-യും ലോകവും എന്നുള്ള വലിയൊരു പരിപാടി നിങ്ങൾ TV-യിൽ അവതരിപ്പിക്കാൻ പറ്റും. ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ആര്യാടൻ ഷൗക്കത്തിനും മനസ്സിലാകുമോ എന്ന ചോദ്യം അവിടെയുണ്ട്. PV അൻവർ അടക്കം ആദ്യം ഉയർത്തിയത് അദ്ദേഹം ഫുൾ ടൈം സിനിമയുമായി നടക്കുന്ന ആളാണ്, രാഷ്ട്രീയ രംഗത്ത് സജീവമായി ഇല്ല എന്ന വിമർശനം അവിടെയും ഉയർന്നിട്ടുണ്ട്. ആ തരത്തിൽ സിനിമയിൽ നടക്കുന്ന ആളല്ലേ സുരേഷ് ഗോപി, സിനിമയായിട്ട് നടക്കുന്ന ആളല്ലേ നമ്മുടെ മുകേഷ്. സിനിമയിൽ സിനിമ ചലച്ചിത്ര മേഖലയുമായി ബന്ധമുണ്ട് എന്ന കാരണത്താൽ MLA ആകാൻ പാടില്ല എന്നുണ്ടോ? അതൊക്കെ ബാലിശമായ വാദങ്ങൾ. ആരാണ് ആര്യാടൻ ഷൗക്കത്ത്? ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ്. ആര്യാടൻ മുഹമ്മദ് ആരാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ടവറിംഗ് പേഴ്സണാലിറ്റിയാണ്. തീർച്ചയായും അക്കാര്യത്തിൽ സംശയമില്ല. ആര്യാടൻ ഷൗക്കത്ത് ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആളുകൾ ഇവിടെ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. താങ്കൾ നേരത്തെ M സ്വരാജിന്റെ പുസ്തക വായനയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ സിനിമാ പ്രവർത്തനങ്ങൾ കൂടി ഓർമ്മിപ്പിച്ചു, അല്ലെങ്കിൽ എതിരാളികൾ പറയുന്ന കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. വളരെയധികം നന്ദി ശ്രീ ഷാഫി ചാലിയം ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേർന്നതിന്. ന്യൂസ് പ്ലസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.